നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന സെൽമ റെഗ്രോഫിൻ്റെ ലെസൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. You are Selma Lagroff. Write a letter to your faithful friend SL Day, who played a crucial role in your literary journey by opening doors when no one else believed in you. So, നിങ്ങൾ സെൽമ ലഗ്രോഫ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള SL Dayക്ക് നിങ്ങളൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്ററാണ്? ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്ലി ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററാണ്. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് വളരെ എളുപ്പമാണ്. സെൻഡേഴ്സ് അഡ്രസ്സ്, അതായത് അയക്കുന്ന ആളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഡേറ്റ്, അത് രണ്ടും എഴുതിയ ശേഷം ഡിയർ SL Day അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട് SL Day എന്ത് വേണമെങ്കിലും എഴുതാം. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. As I reflect upon my literary journey, I feel compelled to express my deepest gratitude to you. സിമ്പിളായിട്ട് ഈ ഫസ്റ്റ് സെൻറ്റൻസ് ഏത് ലെറ്ററിലും എഴുതാം കേട്ടോ. ഐ ഹോപ്പ് ഈ ലെറ്റർ നിനക്ക് കിട്ടുന്നത് നീ വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും ഇരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നീ വളരെ ഹെൽത്തി ആൻഡ് ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ലെറ്റർ ഞാൻ എഴുതുന്നത് നിന്നോടുള്ള നന്ദി പറയാനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി എന്നാണ്. There was a time when few people believed in my abilities as a writer. During those difficult times, you encouraged me and opened doors that would otherwise have remained closed. പറയുന്നത് എന്താണ്? ശരിക്കും എൻ്റെ എബിലിറ്റിയെ വിശ്വസിച്ചത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം എൻ്റെ എബിലിറ്റി വിശ്വസിച്ചിരുന്ന ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമായിരുന്നു, പ്രയാസമേറിയ ടൈമായിരുന്നു. ആ സമയത്ത് നീയാണ് എന്നെ എൻകറേജ് ചെയ്തതും എനിക്ക് ഈ ലിറ്റററി വേൾഡിലേക്കുള്ള ഡോർ തുറന്നു തന്നതും നീ തന്നെയാണ്. യുവർ faith in my talent gave me the confidence to continue pursuing my dreams. എന്നിലുള്ള നിൻ്റെ വിശ്വാസമാണ്, എൻ്റെ ടാലൻറ്റിലുള്ള നിൻ്റെ വിശ്വാസമാണ്, എൻ്റെ കഴിവിലുള്ള നിൻ്റെ വിശ്വാസമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. എവറി അച്ചീവ്മെൻറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഇൻക്ലൂഡിംഗ് ദി നൊബേൽ പ്രൈസ് ക്യാരീസ് വിത്തിൻ ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട്. ഓരോ അവാർഡ് ഞാൻ റിസീവ് ചെയ്യുമ്പോഴും ഓരോ അച്ചീവ്മെൻറ്റ് ഞാൻ റിസീവ് ചെയ്യുമ്പോഴും ഈ നൊബേൽ പ്രൈസ് അടക്കം അതിലെല്ലാം നിൻ്റെ കരുണയും സപ്പോർട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. വിത്തൗട്ട് യുവർ എൻകറേജ്മെൻറ്റ് മൈ പാത്ത് മൈറ്റ് ഹാവ് ബീൻ വെരി ഡിഫിക്കൾട്ട്. നീ ഇല്ലായിരുന്നുവെങ്കിൽ, നിൻ്റെ എൻകറേജ്മെൻറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ, പ്രോത്സാഹനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്കിതൊന്നും നേടാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ ഈ പാതകൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതായിരുന്നേനെ എന്നാണ് പറയുന്നത്. താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ വെൻ അതേഴ്സ് ഡൗട്ടഡ്. യുവർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ബീൻ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ ഷാൾ ഓൾവേസ് ചെറിഷ് ഇറ്റ്. റൈറ്റർ പറയുന്നത് എന്താണ്? എന്നെ വിശ്വസിച്ചതിന് നന്ദി. എല്ലാവരും എന്നെ സംശയിച്ചപ്പോഴും എന്നെ വിശ്വസിച്ചതിന് നന്ദി. അതുപോലെ നിൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് റൈറ്റർ പറയുന്നു. അതിനോടൊപ്പം ഞാനത് എന്നും ഓർക്കുമെന്നും പറയുന്നു. അതിനുശേഷം കോംപ്ലിമെൻ്ററി ക്ലോസ് ആയിട്ട് വിത്ത് ഹേർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടെ സെൽമ ലഗ്രോഫ്. ഇത്രയേ ഉള്ളൂ ലെറ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ലെറ്ററാണ്.